ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒണിയൻ റിങ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് 3 വലിയ സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1/4 ഇഞ്ച് കനത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. സവാളയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഇളക്കി റിങ്സാക്കി മാറ്റിയെടുക്കാം. ഇതെല്ലാം ഞാനിവിടെ റിങ്സാക്കി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ മൈദ വേണം, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 നുള്ളു സോഡാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാല്, ഏകദേശം ഒരു 1/4 കപ്പ് പാല് വേണം. ഇത് കോട്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും വേണം. ഇനി ഈ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ, കോൺഫ്ലോർ, സോഡാപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ പാലൊഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. കട്ട കെട്ടാതെ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ വേണം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി ഓരോ ഒണിയൻ റിങ്സും എടുത്ത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇതുപോലെ കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. റിങ്സ് എല്ലാം ഞാനിവിടെ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ ഓരോ റിങ്സും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള റിങ്സും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒണിയൻ റിങ്സ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.